തൃപ്പൂണിത്തുറയിലെ NDA സ്ഥാനാർത്ഥി അഞ്ജലി നായർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ബാലറ്റിലെ പേര് അഞ്ജലി നായർ എന്ന് വേണം എന്നതാണ് ആവശ്യം. യഥാർത്ഥ പേരായ അഞ്ജലി PV എന്നാണ് ബാലറ്റിൽ രേഖപ്പെടുത്തുന്നത്. ബിനിൽ വിവരങ്ങളുമായി ചെന്നത്. ബിനിൽ, എന്തുകൊണ്ട് പേരുമാറ്റം ആലോചിക്കുന്നു? പൊതുവെ അറിയപ്പെടുന്നത് അങ്ങനെ ആയതുകൊണ്ടാണോ? മാത്രമല്ല, ഹൈക്കോടതിയുടെ ഭാഗത്ത് സാധാരണ ഇത്തരം വിഷയങ്ങളിൽ ഏത് നിലപാടാണ് ഉണ്ടാകാൻ പോകുന്നത്? കേസ് ഇപ്പോൾ ഈ ആവശ്യം ഇപ്പോൾ പരിഗണിക്കപ്പെടും? ഹൈക്കോടതി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഒരു വിശദീകരണം തേടിയിരിക്കുന്നു. ഈ ഹർജിയിൽ എന്താണ് അവരുടെ നിലപാടെന്ന് ആരാഞ്ഞിരിക്കുന്നു. പക്ഷേ അതിനപ്പുറത്ത് ഇതിൽ അനുകൂലമായൊരു വിധി വരാൻ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം വരാനുള്ള സാധ്യതകൾ വളരെ 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 വിരളമാണ്. കാരണം തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ PV അഞ്ജലിക്ക് വോട്ടുകൾ വരെ രേഖപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഹോം വോട്ടൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. വീടുകളിൽ ആളുകൾക്ക് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെത്തി വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബാലറ്റിലെ പേര് NDA സ്ഥാനാർത്ഥിയുടേത് PV അഞ്ജലി എന്ന് തന്നെയായിരിക്കും. അപ്പോൾ അവർ പോസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അഞ്ജലി നായർ എന്നാണ്. അവരെ അറിയപ്പെടുന്നത് അഞ്ജലി നായർ എന്നാണ്. അതുകൊണ്ട് അഞ്ജലി നായർ എന്ന പേര് ബാലറ്റ് യൂണിറ്റിൽ വേണമെന്നതാണ് അവരുടെ ആവശ്യം. ഈ സാധാരണ നിലയിൽ ഒരു സ്ഥാനാർത്ഥിയുടെ ഔദ്യോഗിക പേരാണ് ഉള്ളതോടൊപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് നാട്ടിൽ നമ്മൾ അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണെങ്കിൽ ആ പേര് ബാലറ്റിൽ കൊണ്ടുവരുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല, നിയമം അനുവദിക്കുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം അത് ചെയ്യുകയും ചെയ്യാം. പക്ഷേ അതിന് നമ്മളൊരു പ്രത്യേക ഫോമിൽ നമ്മൾ അറിയപ്പെടുന്നത് ഇന്ന പേരിലാണ്, അതുകൊണ്ട് ബാലറ്റ് യൂണിറ്റിൽ തൻ്റെ പേര് ഇതായിരിക്കണമെന്ന് നേരത്തെ തന്നെ അറിയിക്കേണ്ടിയിരുന്നു. ഇവിടെ PV അഞ്ജലി എന്ന പേരാണ് നോമിനേഷനിലുള്ളത്. ആ പേര് തന്നെയാണ് ബാലറ്റിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് മാറ്റണമെന്ന ആവശ്യവുമായി എത്തിയിരിക്കുന്നു. അതിന് PV അഞ്ജലി കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് താൻ അപേക്ഷ നൽകി, പക്ഷേ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അത് പരിഗണിച്ചില്ല എന്ന വാദവുമായിട്ടാണ് അവർ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്നത് ഈ സമയം തന്നെയാണ്. ഇപ്പോൾ തന്നെ ബാലറ്റ് അച്ചടി തുടങ്ങിക്കഴിഞ്ഞു. അതായത് ഈ മെഷീനിലുള്ള ബാലറ്റ് വയ്ക്കാനുള്ള അച്ചടിയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ഹോം വോട്ടിന്റെ ഭാഗമായി ഈ എല്ലായിടത്തേക്കും ബാലറ്റുമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെത്തി വോട്ട് രേഖപ്പെടുത്തുകയും തുടങ്ങി. ഇനി അടുത്ത ദിവസം സർവീസ് വോട്ടുകൾ തുടങ്ങുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇനിയൊരു കോടതിയുടെ ഇടപെടൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ നിലപാട് അറിയിക്കും. അതിനനുസരിച്ചായിരിക്കും ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ. NDA സ്ഥാനാർത്ഥി അഞ്ജലി നായരാണ്. ആ പേര് തന്നെ വേണം. ഇപ്പോൾ ഔദ്യോഗിക രേഖയിലുള്ള അഞ്ജലി PV എന്ന പേര് മാറ്റണം എന്ന ആവശ്യവുമായി എത്തിയത് ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.